തന്നെ ആശ്വാസകരമായ ഒരു കാര്യം പങ്കുവയ്ക്കാനാകും എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. ഒരു രക്ഷാപ്രവർത്തന വീടിനുള്ളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ഒരു അഗ്നിശമന സേന അംഗം ഈ വീടിനുള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനുള്ളിൽ കുടുങ്ങി കിടക്കുന്ന ബിന്ദുവുമായും സന്ധ്യയുമായും ബിജുവുമായും സംസാരിക്കാനായി എന്നുള്ളതും വലിയ ആശ്വാസകരമാണ്. ഇരുവരുടെ ആരോഗ്യത്തിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമില്ല. രണ്ടുപേരും വലിയ തോതിലുള്ള പരിക്കുകൾ ഇല്ലാത്ത നിലയിലാണ് എന്നുള്ളതും വലിയ ആശ്വാസം സൃഷ്ടിക്കുന്നു. ഇനി അവരെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ്. അവരെ ഉടനടി തന്നെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഈ വലിയ തോതിൽ മണ്ണിടിഞ്ഞു വീണ് കിടക്കുന്നതും കൂടുതൽ ഈ മരങ്ങളും മറ്റും കിടക്കുന്നതൊക്കെ ഈ രക്ഷാപ്രവർത്തനത്തെ ഇപ്പോഴും ദുർഘടമായി തന്നെ ബാധിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം വലിയ അപകടാവസ്ഥയിൽ അവിടുത്തെ മൺതിട്ട നിലനിൽക്കുന്നു. ഒരുപക്ഷെ ഇന്ന് രാത്രി മണിക്കൂറുകളിൽ മഴ പെയ്താൽ വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ തന്നെ ഏതാണ്ട് 7ഓളം വീടുകൾ മണ്ണിനടിയിലാണ് ഉള്ളത്. അവിടെ നിന്ന് മണ്ണ് നീക്കം ചെയ്യേണ്ടത് അടക്കമുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട ആ സമയത്ത് ഒരുപക്ഷെ മണ്ണിടിഞ്ഞു വീണ വലിയ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ്. വലിയ ദുഷ്കരമായ സാഹചര്യം നിലനിൽക്കുന്നു. പക്ഷേ ഇപ്പോൾ വീടിനുള്ളിൽ കുടുങ്ങി കിടക്കുന്ന രണ്ടുപേരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉടനടി തന്നെ അവരെ പുറത്തെത്തിക്കാൻ കഴിയുന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കാൻ കഴിയുന്ന. ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാൾ വീടിനുള്ളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള ആശ്വാസകരമായ കാര്യം ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയും. വീടിനുള്ളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവരെ പുറത്തെത്തിക്കുന്നതും വലിയ പ്രയാസമുള്ള കാര്യമായിരിക്കില്ല. അതേ വഴി തന്നെ അവരെ പുറത്തെത്തിക്കാൻ, പ്രത്യേകിച്ച് അതിനുള്ളിൽ കുടുങ്ങി കിടക്കുന്ന രണ്ടുപേരും പൂർണ്ണമായ ആരോഗ്യാവസ്ഥയിൽ തന്നെയാണ്. ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുകളില്ലാത്ത സാഹചര്യമാണ് ഉള്ളതിനാൽ തന്നെ ഏതെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ തുടരാമോ? വാർഡ് മെമ്പർ ശ്രീ സിദ്ദിഖ് ചേരുന്നുണ്ട്. സിദ്ദിഖ്, ഒരാൾക്ക് അങ്ങോട്ട് ഇറങ്ങാൻ സാധിച്ചിട്ടുണ്ട് അല്ലെ? എന്താണ് ഇപ്പോൾ ഉള്ള വിവരം എന്തൊക്കെയാണ്? ഇപ്പോൾ ഒരാൾക്ക് ഇറങ്ങാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഇപ്പോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, NDRF സംഘം എത്തുന്നു എന്ന് പറയുന്നു. വലിയ ആശ്വാസമാണ്. കാരണം കുറച്ചുകൂടി നമുക്ക് രക്ഷാപ്രവർത്തന വേഗത്തിലാക്കാൻ സാധിക്കും. ഈ അകത്ത് കുടുങ്ങിയവരുമായിട്ട് ഇപ്പൊ സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? യെസ്, അവിടെ രക്ഷാപ്രവർത്തനത്തിന്റെ തിരക്കിൽ കൂടിയായിരിക്കും അദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ ഒരാൾക്ക് അങ്ങോട്ട് ഇറങ്ങാൻ സാധിച്ചിട്ടുണ്ട്. നേരത്തെ ആഷിഖ് പറഞ്ഞതുപോലെ ഒരാൾക്കുള്ളിലേക്ക് ഇറങ്ങാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അവരെ ഇനി എങ്ങനെ രക്ഷപ്പെടുത്തും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ആശങ്കയുള്ളത്. കാരണം വീടിന്റെ ചുമര് ഉൾപ്പെടെ തകർന്നിരിക്കുന്നത് കൊണ്ട് അത് മാറ്റി അവരെ രക്ഷപ്പെടുത്തുക എന്നൊക്കെയുള്ള കാര്യത്തിലാണ് ഇപ്പോഴും ആശങ്കയുള്ളത്. അതിന് കൂടുതൽ ടീം അങ്ങോട്ട് എത്തേണ്ടതുണ്ട്. കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് NDRF സംഘത്തോട് അങ്ങോട്ട് എത്താൻ. മറ്റ് രക്ഷാപ്രവർത്തനം എല്ലാം നടത്തുന്നുണ്ട്. എല്ലാ രീതിയിലും വെളിച്ചം ഉൾപ്പെടെ വലിയ തടസ്സമുണ്ടാക്കിയ സാഹചര്യത്തിലാണ് ഈ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഒരാൾ അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചു എന്നുള്ള ആശ്വാസ വാർത്ത കൂടി വരുന്നത്. 2 പേരാണ് ഉള്ളിലുള്ളത്. 2 പേരെയും പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളത് ഇപ്പോൾ സമയം വൈകുന്നു എന്നുള്ളതാണ്. മണിക്കൂറുകളായി കുടുങ്ങിക്കിടക്കുന്നു എന്നൊക്കെയുള്ളതാണ്. മാത്രവുമല്ല അങ്ങോട്ടുള്ള ഗതാഗതം വലിയ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ എത്തിച്ചേരുക എന്നുള്ളത്, പണി നടക്കുന്ന റോഡായതുകൊണ്ട് തന്നെ എത്തിച്ചേരുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. അതായിരിക്കും ഇത്ര വൈകാൻ കാരണം എന്ന് മനസ്സിലാക്കുന്നു. മാത്രമല്ല നേരത്തെ കലക്ടർ പറഞ്ഞതുപോലെ കുടുംബങ്ങളോടൊക്കെ അവിടെ നിന്ന് മാറാൻ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതാണ്. ഇവരും മാറിയിരുന്നു എന്ന് പറയുന്നു. എങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് എത്തിയതാണ് എന്ന് പറയുന്നു. ആ സമയത്താണ് അപകടം ഉണ്ടായത് എന്നുള്ളതാണ്. എങ്കിൽ പോലും കുടുംബങ്ങളോട് അവിടെ നിന്ന് മാറാൻ പറഞ്ഞതാണ്. 7ഓളം വീടുകളാണ് ഇപ്പോൾ ഈ രീതിയിൽ നശിച്ചിരിക്കുന്നത്. ഈ വീടിന് മുകളിലേക്കാണ് ഏറ്റവും കൂടുതൽ മണ്ണിടിഞ്ഞ് വീണത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുപോലെ തന്നെ സമീപത്തുള്ള ഇതൊരു ഉന്നതിയാണ്. അപ്പോൾ സമീപത്തുള്ള എല്ലാ വീടുകളും, അടുത്തടുത്ത് വീടുകളുണ്ട്. ആ വീടുകളിലെല്ലാം 7ഓളം വീടുകൾ നശിച്ചിട്ടുണ്ട് എന്നാണ് ജനപ്രതിനിധികൾ പറഞ്ഞത്. അവരിനി തിരിച്ച് ഈ നിർമ്മാണം പൂർത്തീകരിച്ചാൽ പോലും അവർക്ക് തിരിച്ചു വന്ന് താമസിക്കാൻ സാധിക്കാത്ത രീതിയിൽ നാശം സംഭവിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ 2 പേരെ പുറത്തെത്തിക്കുക എന്നുള്ളതാണ് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ആശ്വാസകരമായ വാർത്ത, ഒരു പ്രവർത്തകന് വീടിന് അകത്തേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അവരെ എങ്ങനെ പുറത്തേക്ക് എത്തിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളിലാണ് ആശങ്കയുള്ളത്. എന്തായാലും ഫയർഫോഴ്സിന്റെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. NDRF സംഘം അല്പസമയത്തിനകം അവിടെ എത്തിച്ചേർന്ന് രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാകും.